വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഒരു ട്രെയിനിങ് വീഡിയോ. എനിക്ക് ഷോൾഡേഴ്സും ആംസുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഷോൾഡേഴ്സും ആംസും സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് എക്സസൈസ് എനിവേ ഷോൾഡർ പ്രസ് ആണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ 2 എക്സസൈസ് ഷോൾഡേഴ്സിന്, 2 എക്സസൈസ് ബൈസിന്, 2 എക്സസൈസ് ട്രൈസിന്. റേഡൽസ് ഞാൻ ചെസ്റ്റും ബാക്കിന് പഠിക്കാറ്, അതായത് നാളെ എനിക്ക്. അപ്പോൾ ഞാൻ അന്ന് അടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം OHP നോക്കാം. അപ്പോൾ ഞാൻ OHP സാധാരണ ചെസ്റ്റിൻ്റെ ഒപ്പം അടിക്കുമ്പോൾ എനിക്ക് അധികം ചില സമയത്ത് വെയിറ്റ് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെപ്പറേറ്റ് ഡേ ആയതുകൊണ്ട് നമ്മളൊന്ന് അത്യാവശ്യം വെയിറ്റ് പുഷ് ചെയ്യുന്നുണ്ട്. ഒരു 6 to 8 റെപ്പ് റേഞ്ചാണ് നോക്കണേ. ഇതിപ്പോൾ 30 kgs പെർഫെക്റ്റ് ഫോമിൽ തന്നെ. ടു ഹാർഡ് സെറ്റ്സ് ആണ് ഞാൻ ഓവർ ഹെഡിന് ടാർഗറ്റ് ചെയ്യണേ. പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷൻ, അതായത് ഇവിടെ വരെ വരിക എന്നിട്ട് പുഷ് ചെയ്യുക. ഞാൻ മാക്സിമം എത്ര ഇറക്കാൻ പറ്റുന്നുണ്ട് അത്ര ഇറക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് സെറ്റിൽ 7 reps പോയി. ഒരു സെറ്റ് കൂടി ഞാൻ എയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് 2 sets. പിന്നെ നെക്സ്റ്റ് സൈഡ് ഡെൽസ് ആണ്. സൈഡ് ഡെൽസ് ഞാൻ ലാസ്റ്റ് അടിക്കുള്ളൂ. അപ്പോൾ പോസ് ചെയ്യുമ്പോൾ അത്യാവശ്യം പമ്പ് പോകും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യാം. എങ്ങനെയാണ് സെക്കൻഡ് എക്സസൈസോ ലാസ്റ്റ് എക്സസൈസോ ഒക്കെ ആയിട്ട്. അപ്പോൾ 1 more set of OHP. നെക്സ്റ്റ് എക്സസൈസ് പറഞ്ഞ പോലെ 2 set OHP കഴിഞ്ഞു. നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാർബൽക്കുകളാണ്. ബൈസിനും ട്രൈസിനും ഞാൻ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എക്സസൈസസ് ഇല്ല. ഞാൻ ഓൾറെഡി മുന്നേ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ബൈസിനാകുമ്പോൾ ലോങ് ഹെഡിന്, അതായത് ഒരു ഹാമർ മൂവ്മെൻറ്റും ഹാമറിൽ ചീലി ആ ഒരു മൂവ്മെൻറ്റും പിന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കേളും, അതിപ്പോൾ ബാർബലിലാവാം അല്ലെങ്കിൽ കേബിളിലാവാം. ട്രൈസപ്പിനാകുമ്പോൾ ഒരു ഓവർ ഹെഡും ഒരു പുഷ് ഡൗണും. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യണതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. അപ്പം അതിന് അനുസരിച്ച് ഞാൻ എക്സസൈസ് തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാർബൽകൾ അടിക്കാമെന്ന് വെച്ചു. ബാർബൽക്കുകൾ ഞാൻ 3 sets അടിക്കാറ്. റെപ്പ് റേഞ്ച് 8 to 12. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എത്ര സ്ലോ ആക്കി ഇറക്കാൻ പറ്റുന്നു അത്രയും സ്ലോ ആക്കി ഇറക്കുക. അതിനെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അവസാനമാകുമ്പോൾ 1 rep 2 rep ഓബിയസ്ലി ചീറ്റാവും. അത് കുഴപ്പമില്ല. പക്ഷെ അതുവരെ ഫോം കറക്റ്റ് ആക്കുക. അപ്പോൾ 3 set സ്റ്റാൻഡിങ് ബാർബൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ബൾക്കിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നോർമൽ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് 12 weeks കൊടുത്തു എന്ന് വെച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യണതിൽ യാതൊരു കുഴപ്പവുമില്ല. കാരണം ടേക്ക് ഇറ്റ് സ്ലോലി എന്നാണ് എനിക്ക് ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ. കാരണം എത്ര നിങ്ങൾക്ക് സ്ലോ ആയിട്ട് ആ മസിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് പ്രിസർവ് ചെയ്തിട്ട് ഫാറ്റ് ലൂസാക്കാൻ പറ്റുന്നു അത്രയും ബെറ്റർ. അപ്പം 12 weeks എന്നൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് 15 weeks 16 weeks ആവുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ മെല്ലെ എൻ്റെ ഫാറ്റ് ലോസ് ജേണി കൊണ്ടുപോകുള്ളൂ. ഞാൻ പറയുന്നത് 100% കീപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ പക്ഷേ ഞാനത് അഡ്വാൻറ്റേജ് എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് ഇറ്റ് സ്ലോ. അപ്പോൾ എത്ര മസിൽ മാസ് ഉണ്ടാക്കി അതിനെ പ്രിസർവ് ചെയ്യാണ് എൻ്റെ മെയിൻ ഗോൾ. അപ്പോൾ മറ്റേ ബൈസപ്പിൻ്റെ രണ്ടാമത്തെ എക്സസൈസ് ഹാമർ മൂവ്മെൻ്റ് ആണ്. സാധാരണ നിങ്ങൾ റോപ്പിലടിക്കുന്ന കണ്ടുപോവുക, പിന്നെ ഡംബൽസിലും. പക്ഷെ ഞാൻ ഇതൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതെനിക്ക് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബാറിന് സ്റ്റിക്ക് ഓൺ ചെയ്യണേ. ഇതൊരു 3 sets. ഇത് നല്ല വെയിറ്റാണ് പുഷ് ചെയ്യണേ, ഒരു 8 to 10 തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഹാമർ മൂവ്മെൻറ്റ്, അതായത് രണ്ടാമത്തെ എക്സസൈസ് ബൈസിന്. ട്രൈസെപ്സ് ആണ് തുടങ്ങിയത്. ഫസ്റ്റ് എക്സസൈസ് സാധാ പുഷ് ഡൗൺ, ഒരു 2 അല്ലെങ്കിൽ 3 set അടിക്കും. ഇപ്പം ഞാൻ കൂടുതൽ എൻ്റെ ട്രെയിനിങ്ങിൽ ഫോക്കസ് കൊടുക്കുന്നത് ഓവർ ഹെഡ് മൂവ്മെൻറ്റ്സിനാണ്. കാരണം അതാണ് ലോങ് ഹെഡിനെ ഭയങ്കര ടാർഗറ്റ് ചെയ്യുക. ഇപ്പോൾ ലോങ് ഹെഡാണ് പറയുകയാണെങ്കിൽ ഒരു വലിയ പോർഷൻ ട്രൈസെപ്സിൻ്റെ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഫോക്കസ് ചെയ്യണേ. അപ്പോൾ 2 set വാം അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര
ഒരു എൽബോൻ്റെ ഡിസ്കംഫേർട്ട് ഉണ്ട്. ഇനി അതിൽ പ്രോപ്പറായിട്ട് 2 സെറ്റ് പുഷ് ചെയ്തിട്ട് ഓവർ ഹെഡിലേക്ക് നീങ്ങും, 2 3. ഓവർ ഹെഡ് പ്രസ് ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൽ ഞാനിപ്പോൾ വെയിറ്റ് ചൂസ് ചെയ്യാൻ പോണത് ഒരു 8 to 10, മാക്സിമം 10, മിനിമം 8 അല്ലെങ്കിൽ 7 reps ആണ് ഞാൻ എയിം ചെയ്യണത്. അങ്ങനത്തെ ഒരു വെയിറ്റ് ആവും ഞാൻ ചൂസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ബൈസെപ്പും ട്രൈസെപ്പും ഇത്രയാണ് എൻ്റെ പ്രിൻസിപ്പിൾസ്. 6 set seats, 6 set seats, 2 എക്സസൈസ് വെച്ചിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ആംസ് ട്രെയിനിങ്. പിന്നെ ഞാൻ പുഷിൻ്റെ മുകളിൽ പഠിക്കാറുണ്ട്. ഇതിപ്പോൾ PPL ഇൻറ്റു അർണോൾഡ് സ്പ്ലിറ്റാണ്. അപ്പോൾ ദാറ്റ്സ് ഹൗ ആംസ് ട്രെയിനിങ് ഗോസ്. ബൈസെപ്സ് നമുക്കിപ്പോൾ ഒരു മസിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് കേൾ ആഡ് ചെയ്യുക, അതിലൂടെ ആ പ്രോബ്ലം സോൾവ് ആണ്. അതന്നെ ഓരോ മസിലിനും ഇത് അപ്ലിക്കബിൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ റൈറ്റ് ഹാൻഡറിന് ഓബിയസ്ലി ലെഫ്റ്റ് ഹാൻഡ് വീക്ക് ആവുമല്ലോ. അപ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ആവും ചിലപ്പോൾ ഗീവ് അപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ബൈസെപ്പ് എക്സസൈസിൽ ലെഫ്റ്റ് ഇപ്പോൾ ആദ്യം നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് എത്രയാണോ ഫെയിലാണ് അത് തന്നെ റൈറ്റ് കൊണ്ട് മാച്ച് ചെയ്യാൻ നോക്കുക. ഒരുവിധം മസിൽ ബാലൻസ് അതിൽ സോർട്ടഡ് ആവും. പിന്നെ ഉണ്ടെങ്കിൽ പിന്നെയും എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് ഈ ഒരു എക്സസൈസ് ആണ് ചിലപ്പോൾ 2-3 എക്സസൈസ് ആഡ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മസിൽ ബാലൻസിന് വേണ്ടിയിട്ട്. പക്ഷെ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ അങ്ങനെ ചെയ്താൽ മതിയാവും. അതിനും കൂടുതൽ ഓവറാവും, എക്സസീവ് ആവും ചിലപ്പോൾ. അപ്പോൾ ഇതാണ് വേറൊരു പോയിന്റ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ്ററൽ റേസിൽ വരുമ്പോഴാണ്, അതായത് 2 രീതിയും ഇപ്പോൾ ആൾക്കാർ അടിക്കുന്നുണ്ട്. ഒന്ന് ഹെവി വെയിറ്റ് ആൾക്കാർ പുഷ് ചെയ്യാറുണ്ട് 8 to 10 reps. പിന്നെ വേറൊരു ഗ്രൂപ്പുകാർ വോള്യൂമിനെ ഫോക്കസ് ചെയ്തിട്ട്, അതായത് 15+ reps. ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഏതാണോ വർക്ക് ആവണം അതിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇപ്പോൾ 7.5 kgs ആണ്. ഇപ്പോൾ ഇതെനിക്കൊരു പ്രോപ്പറായിട്ട് റെപ്പടിക്കാൻ പറ്റും ഒരു 12 reps. അപ്പോൾ അത് 15 എത്ര വരെ അടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ വെയിറ്റ് കൂട്ടും. പിന്നെ അവസാനത്തെ ഒരു സെറ്റ് ആകുമ്പോൾ ഞാൻ കുറച്ച് 15+ repsന് ഒരു 5 kgs അങ്ങനെ ഞാനൊരു സൂപ്പർ സെറ്റിൽ ഡ്രോപ്പ് സെറ്റ് ആഡ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഹെവി വെയിറ്റ് ഒരു കപ്പിൾ ഓഫ് വീക്സിന് ട്രൈ ചെയ്യുക, എങ്ങനെയുണ്ട് റിസൾട്ട്സ് നോക്കുക. പിന്നെ വോളിയം ട്രൈ ചെയ്യുക, എങ്ങനെയുണ്ട് റിസൾട്ട്സ് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതാണ് എനിക്ക് വർക്ക് ചെയ്യണത്, അപ്പോൾ അതിന് സ്റ്റിക്ക് ഓൺ ചെയ്യുക. പിന്നെ കോമൺ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണല്ലോ സ്പാമിങ് ലാറ്ററൽ റേസസ് എന്ന് പറയുന്നത്. ഞാൻ പേഴ്സണലി ചെയ്തിട്ടുണ്ട്, കുറേ സെറ്റ്സ് അടിച്ചിട്ടുണ്ട് ആദ്യത്തെ 2-3 കൊല്ലമൊക്കെ. പിന്നെയാണ് മനസ്സിലായേ നമുക്ക് 3 to 4 സെറ്റ്സ് റിയലി ഹാർഡായി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ അതിലൂടെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. സ്പാം ചെയ്തതിലേക്ക് നല്ല രീതിയിൽ ഷോൾഡർ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 3 സെറ്റ്സ് ആണ് ഞാനവിടെ ഒന്ന് വർക്ക് ചെയ്യണേ. ലാസ്റ്റ് സെറ്റാണിത്. 7.5 തന്നെ വീണ്ടും പറ്റാവുന്ന റെപ്സ്. അത് കഴിഞ്ഞാൽ ഡ്രോപ്പ് സെറ്റായിട്ട് ഞാൻ 5 kgs അടിക്കും. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് കാണിച്ചു തരണം എന്നായിരുന്നു ഷോൾഡേഴ്സ് ആൻഡ് ആംസ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. കുറച്ച് പോസിങ്ങും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ വീഡിയോ എൻഡ് ചെയ്യാണ്. സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം.